إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما قل إنما أدعو ربي ولا أشرك به أحدا. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പാലിച്ചുകൊണ്ട് അവനെ കീഴൊതുങ്ങിക്കൊണ്ട് ജീവിക്കുവാൻ നാം ഏവരും ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും തത്വം കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ സർവ്വലോക രക്ഷിതാവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ പ്രപഞ്ചനാഥനെ കീഴൊതുങ്ങിക്കൊണ്ട് ജീവിക്കുവാനും അങ്ങനെ പരലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആളുകൾ ഉൾപ്പെടുവാനുമുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു സ്കൂൾ നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ആ സ്കൂളിൻ്റേതായ പല നിയമങ്ങളും ചിട്ടവട്ടങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ എല്ലാവരും പാലിക്കാനുണ്ടാവും. അവിടെയുള്ള അധ്യാപകർക്കും വിദ്യാർത്ഥികളുമൊക്കെ ചില നിയമങ്ങൾ പാലിച്ചെങ്കിൽ മാത്രമേ ആ ഒരു സ്കൂളായി തന്നെ മുന്നോട്ട് പോവുകയുള്ളൂ. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി യൂണിഫോം ധരിച്ചുകൊണ്ട് അന്നേ ദിവസത്തേക്ക് വേണ്ട എല്ലാ പുസ്തകങ്ങളും ബാഗിൽ എടുത്തു വെച്ചുകൊണ്ട് ഓരോ പീരീഡിനനുസരിച്ച് പുസ്തകങ്ങൾ എടുത്ത് വരുന്ന ടീച്ചർമാർ പറയുന്നത് കേട്ട് പഠിച്ച് അങ്ങനെ പരീക്ഷ എഴുതി നല്ല മാർക്ക് വാങ്ങി പാസ്സാവുക എന്നത് ഒരു സ്കൂളിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമാണ്. ഇത് പാലിക്കാൻ ആ സ്കൂളിലെ എല്ലാവരും, അല്ലെങ്കിൽ ഇത് അനുസരിക്കുവാൻ ആ സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളും ബാധ്യസ്ഥരുമാണ്. നിങ്ങൾ സങ്കല്പിച്ച് നോക്കുക, ഒരു കുട്ടി ചിന്തിക്കുകയാണ്, എന്തൊക്കെ ഈ നിയമങ്ങളൊക്കെ പാലിച്ചിട്ട് ഇവിടെ കുറേ നിയമങ്ങളുണ്ടല്ലോ, ഇതൊന്നും എനിക്ക് പറ്റുന്നതല്ല, ഞാൻ ആഗ്രഹിക്കുന്ന, ഞാൻ ചിന്തിക്കുന്ന ഒരു ലോകത്ത് ഈ നിയമങ്ങളൊന്നും അല്ല വേണ്ടത് എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു കുട്ടി സ്കൂളിൽ യൂണിഫോം ധരിക്കാതെ വരികയാണ്. വേണ്ട പുസ്തകങ്ങളൊന്നും അവൻ എടുത്തിട്ടില്ല, ടീച്ചർമാർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്നില്ല, ഓരോ പീരീഡും അവൻ ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ പോയി ഇരിക്കുകയാണ്, പലപ്പോഴും കളിക്കുകയാണ്, ചിരിക്കുകയാണ്, രസിക്കുകയാണ്, കുട്ടികളെ ഉപദ്രവിക്കുകയാണ്. ആര് പറയുന്നതും അനുസരിക്കാത്ത അത്രയും ഒരു കുട്ടിയൊന്നും ആലോചിച്ച് നോക്കൂ. ആ കുട്ടി ഒരിക്കലും സ്കൂളിലെ നിയമങ്ങൾ പാലിക്കാൻ അവൻ ആഗ്രഹിക്കുക പോലും ചെയ്യുന്നില്ല. വളയത്തിനുള്ളിൽ നിൽക്കാൻ അത്തരം ആളുകൾ പലപ്പോഴും ശ്രമിക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കുക. സ്വാഭാവികമായും വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമുക്കും ഈ സ്കൂളുകൾ പോലെ, അല്ലെങ്കിൽ ഏതൊരു നാളിലും ഏതൊരു സമ്പ്രദായത്തിനും മുന്നോട്ട് പോകണമെങ്കിലുള്ള ചില നിയമങ്ങൾ പാലിക്കേണ്ടതുള്ളത് പോലെ തന്നെ നമുക്കും അത്തരം കാര്യങ്ങൾ പാലിക്കൽ നിർബന്ധമാണ്.
അത് പാലിച്ചെങ്കിൽ മാത്രമേ, ആ ഒരു വളയത്തിനുള്ളിൽ നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ജീവിതം ഏറ്റവും സുഗമമായി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഈ ലോകത്തെ ജീവിതവും പ്രധാനമാണ്, പരലോകവും പ്രധാനമാണ്. ഈ രണ്ട് ജീവിതവും ഏറ്റവും സുഗമമാകണമെങ്കിൽ, ഏറ്റവും സമാധാനപൂർണ്ണമാകണമെങ്കിൽ അവന് ചില നിയമനിർദ്ദേശങ്ങൾ പാലിക്കാൻ അവൻ ബാധ്യസ്ഥനാണ്. ആ നിയമങ്ങളാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ. ഇസ്ലാമിക പ്രമാണങ്ങളാകുന്ന പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും. ഈ പ്രമാണങ്ങളെ എപ്പോൾ നമ്മൾ അരികുവൽക്കരിക്കുന്നുണ്ടോ, എപ്പോൾ നമ്മൾ സൈഡാക്കി വെക്കുന്നുണ്ടോ, അപ്പോൾ തുടങ്ങും നമ്മുടെ ജീവിതത്തിലുള്ള ഒരുപാടധികം പ്രശ്നങ്ങളും പ്രയാസങ്ങളും. അതൊരു പക്ഷേ മറ്റുള്ള വിഷയങ്ങൾ പോലെ, മറ്റുള്ള താരതമ്യങ്ങൾ പോലെ ഈ ഭൂമിയിൽ മാത്രം ഉണ്ടാവുന്ന പ്രശ്നങ്ങളല്ല. മറിച്ച് നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ പരലോകം എന്ന ഒരു വലിയ യാഥാർത്ഥ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ നിങ്ങളൊക്കെ ജീവിക്കുന്നത്. ആ പരലോകത്ത് നമുക്ക് ഒരു നിലയ്ക്കും ഒരു കോട്ടവും സംഭവിക്കാത്ത രൂപത്തിൽ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞാനും നിങ്ങളൊക്കെ. അതുകൊണ്ട് പരലോകത്തിന് ഭംഗം സംഭവിക്കുന്ന, ഒരു പ്രശ്നം സംഭവിക്കുന്ന ഒരു കർമ്മം പോലും, ഒരു വിശ്വാസം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നില്ല എന്ന് നാം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഈ ഭൂമിയിലെ ജീവിതവും നമുക്ക് നഷ്ടമില്ലാത്ത സമാധാനപൂർവമായ ജീവിതമായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇതിന് ഏറ്റവും അടിസ്ഥാനപരമായി നമുക്ക് വേണ്ടത്, നമ്മെ സൃഷ്ടിച്ച സ്രഷ്ടാവും ഈ ഭൂമിയിലെ സർവ്വ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയ പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ മാനുവൽ ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഏത് കമ്പനിക്കും ഏത് ഉപകരണത്തിനും അതിൻ്റെ മാനുവൽ ഉണ്ടാവും. അതുപോലെ നമ്മളാകുന്ന മനുഷ്യർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള മാനുവലാണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ. ആ പ്രമാണങ്ങളെ അടുത്തറിഞ്ഞ് ഒരു നിലയ്ക്കും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനങ്ങളുമായി ഖുർആനെയും സുന്നത്തിനെയും നെഞ്ചോട് ചേർത്ത് വയ്ക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള വലിയ 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 മാതൃകകൾ നമ്മുടെ മുൻഗാമികൾ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഏവർക്കും സുപരിചിതമായിരിക്കും അബൂബക്കർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം സിദ്ദീഖ് എന്നാണ് അറിയപ്പെടുന്നത്. എങ്ങനെയാണ് പേരുണ്ടായത്? ഒരു രാത്രി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ മസ്ജിദുൽ ഹറമിൽ നിന്നും ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്കും ശേഷം തുടർന്ന് 7 ആകാശങ്ങളും താണ്ടി സ്വർഗ നരകങ്ങൾ കണ്ട് തിരിച്ച് മക്കയിലേക്ക് എത്തി എന്ന വാർത്ത ഒരു ദിവസം രാവിലെ മക്കത്ത് ഇങ്ങനെ പടരുകയാണ്. ഈ ഒരു അവസരം കാത്തു നിന്ന മക്കയിലെ ഖുറൈശികൾ, മക്ക മുശ്രിക്കുകൾ, അവരെല്ലാവരും പ്രവാചകനെ കളിയാക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. മജ്നൂൻ എന്ന് പോലും, ഭ്രാന്തൻ എന്ന് പോലും പ്രവാചകനെ വിശേഷിപ്പിച്ചു. ഈ വാർത്ത അബൂബക്കർ റളിയല്ലാഹു അൻഹുവിലേക്ക് എത്തിയപ്പോൾ പ്രവാചകന്റെ ഏറ്റവും ഉറ്റ കൂട്ടുകാരനായ, സന്തത സഹചാരിയായ, ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈ ഒരു വാർത്ത കേട്ടപ്പോൾ അദ്ദേഹം പ്രതികരിച്ചത്, ഇത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതാണോ? അതെ എന്ന് ഉത്തരം പറഞ്ഞു. ഇന്നീ ലഉസ്വദ്ദിഖഹു, തീർച്ചയായും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, എനിക്കൊരു സംശയവും ഈ കാര്യത്തിലില്ല എന്ന് ഉറപ്പിച്ച് പറയാം അദ്ദേഹം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനും ഈ ദീനുൽ ഇസ്ലാമും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ യാതൊരു നിലയ്ക്കുള്ള വിട്ടുവീഴ്ചയും ഒരു ചെറിയൊരു സംശയവും അതിൽ ഒരിക്കലും നമ്മുടെ മുൻഗാമികൾക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഈ രൂപത്തിലായിരിക്കണം നമുക്കും പ്രമാണങ്ങളോടുള്ള സമീപനം. അതിപ്പോൾ ഹദീസല്ലേ, ഇതിപ്പോൾ കുറേ ഹദീസുകളില്ലേ, എല്ലാം സ്വഹീഹാവോ എന്ന ചിന്തയൊന്നും ഒരിക്കലും നമ്മുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല. സ്വഹീഹായ ഹദീസാണോ അത് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പരിശുദ്ധ ഖുർആൻ ഒരുപാട് ആയത്തില്ലേ, എല്ലാം ഒരുപോലെ തന്നെ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ടോ, ഓരോന്നിനും ഓരോ പ്രാധാന്യമില്ലേ എന്നൊക്കെ ന്യായീകരിക്കുന്ന ആളുകളുണ്ട്. ഒരിക്കലും ഇസ്ലാമിക പ്രമാണങ്ങളെ അങ്ങനെ നോക്കിക്കാണേണ്ടവരല്ല യഥാർത്ഥ വിശ്വാസികൾ എന്നത്. ഈ ഒരു ദീനിന്റെ വളയം പൊട്ടിക്കുവാൻ, നേരത്തെ പറഞ്ഞ ആ ഒരു വളയത്തിനുള്ളിൽ നിയമങ്ങളും ചട്ടക്കൂടുകളും ഒക്കെയായി സുന്ദരമായ ഒരു ദീനുൽ ഇസ്ലാമിനെ പൊട്ടിക്കുവാൻ ഒരുപാടധികം ആളുകൾ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിരീശ്വരവാദികളായ, യുക്തിവാദികളായ ആളുകൾ. അതോടൊപ്പം ഇന്നേറെ ഗൗരവകരമായി നമ്മൾ കാണേണ്ടത് പൗരോഹിത്യമാണ്. ആത്മീയതയെ കച്ചവടവൽക്കരിക്കുന്ന, തങ്ങളുടെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി അതിനെ വിനിയോഗിക്കുന്ന പൗരോഹിത്യമാണ് ഇന്ന് മറ്റൊരു വലിയ വെല്ലുവിളി. ആലോചിക്കൂ, ഏതൊരു മുസ്ലിമിനും ഏതൊരു വിശ്വാസിക്കും അടിസ്ഥാനപരമായി മനസ്സിലായിട്ടുള്ള ഒരു പഠിച്ചു വളർന്നു വരുന്ന ഒരു കുട്ടിക്ക് പോലും അറിയുന്ന കാര്യമാണ് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, ഇബാദത്തുകൾ അർപ്പിക്കാവൂ എന്ന കാര്യം. ഇതറിയുന്ന എല്ലാവരും തന്നെ ഉൾക്കൊള്ളുന്ന ഒരു കാര്യം കൂടിയാണ്, അങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരുമാണ്. എന്നാൽ ഈ വിഷയത്തെ പോലും വളരെ പരസ്യമായി അള്ളാഹു അല്ലാത്തവരോട് നിങ്ങൾക്ക് സഹായം തേടാം, ഒരു പ്രശ്നവുമില്ല എന്ന് പറയുന്ന രൂപത്തിലേക്ക് ഇന്ന് ഈ സോഷ്യൽ മീഡിയ അടക്കം ഇത്രയധികം വികസിച്ച ഒരു കാലത്ത് ഇങ്ങനെ പാടി നടക്കുന്ന എത്രയധികം ആളുകൾ കാണാൻ കഴിയും. കോഴിക്കോട് ജില്ലയിലുള്ള ഒരു മടവൂർ എന്ന പ്രദേശത്തുള്ള ഒരു വ്യക്തി, CM മടവൂർ എന്ന വ്യക്തി, അദ്ദേഹമാണ് ഖുതുബുൽ ആലം, മുദബ്ബിറുൽ ആലം എന്നെല്ലാമുള്ള വാദങ്ങൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടതാണ്. ഖുതുബുൽ ആലം എന്ന് വെച്ചാൽ ഈ ഭൂമിയുടെ അച്യുതൻ അദ്ദേഹമാണ്, മുദബ്ബിറുൽ ആലം വെച്ചാൽ ഈ ഭൂമി നിയന്ത്രിക്കുന്ന നിയന്താവ് അദ്ദേഹമാണ് എന്നെല്ലാമുള്ള വാദങ്ങൾ നമ്മൾ കേട്ടിരുന്നു. ഇന്നത് പോയി എത്തി നിൽക്കുന്നത്
ഏറെ ഗൗരവകരമായ അവസ്ഥയിലാണ്. അദ്ദേഹമാണ് ഈ ഭൂമിയുടെ ഉടയോൻ, പടച്ചോൻ അദ്ദേഹമാണ് എന്ന് പറയുന്ന രൂപത്തിലേക്ക് വരെ അവരുടെ വാദങ്ങൾ എത്തി എന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം, ഈ ദീനിനെ എങ്ങോട്ടാണ് ഈ പൗരോഹിത്യം കൊണ്ടുപോകുന്നത് എന്നുള്ളത്. ഏറ്റവും ചെറിയ ക്ലാസ്സുകളൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ബോധ്യമുള്ളൊരു സംഗതിയെ പരസ്യമായി പാടിയും പറഞ്ഞുമൊക്കെ നമ്മുടെയൊക്കെ മനസ്സുകളിലേക്ക് ശിർക്കിന്റെ അംശങ്ങളെ ഇൻജക്ട് ചെയ്യുമ്പോൾ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ഇന്ന് മനസ്സുകളിലേക്കും നമ്മുടെ ഇന്നും കുടുംബങ്ങളിലേക്കും നമ്മുടെ പരിചിതരിലേക്കും ഒരിക്കലും ഇത്തരം സംഗതികളും വിശ്വാസങ്ങളും ആശയങ്ങളും കടന്നു വരുന്നില്ല എന്നുള്ള കാര്യം. പലപ്പോഴും ഈ ഒരു വിഷയം നമുക്ക് കാണാൻ സാധിക്കും. തൗഹീദിന്റെ വിഷയത്തിൽ, ഏകദൈവ വിശ്വാസത്തിന്റെ വിഷയത്തിൽ മുസ്ലിം സമൂഹത്തിനിടയിൽ പലപ്പോഴും പല ഭിന്നതകളും കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് തൗഹീദിന്റെ കാര്യത്തിൽ മാത്രം ഇത്രയധികം ഭിന്നത? അള്ളാഹു ഏകനാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയധികം ഭിന്നത? നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ശൈത്താൻ എന്നൊരു സൃഷ്ടി 24/7 വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ദീനിന് എങ്ങനെയെല്ലാം കോട്ടങ്ങൾ സംഭവിക്കാൻ കഴിയുമോ, എങ്ങനെയെല്ലാം ഇതിൽ വൈകല്യങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നിങ്ങനെ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശൈത്താൻ ഏറ്റവും അധികം പരിശ്രമിക്കുന്നത് ഈ രൂപത്തിൽ തൗഹീദിൽ വിള്ളൽ ഉണ്ടാക്കാനാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര പരസ്യമായി അത്തരം ആളുകൾ അള്ളാഹു അല്ലാത്ത മറ്റ് ഇലാഹുകൾ വിളിച്ച് പ്രാർത്ഥിക്കാമെന്നും അവരെയൊക്കെ ഒരു മീഡിയേറ്റേഴ്സായി ഇടയ്ക്ക് വെക്കാമെന്നും ഒക്കെ പറയുന്ന രൂപത്തിൽ പരസ്യമായി ഇതിനെ പാടിയും പറഞ്ഞുമൊക്കെ നടക്കുന്നത്. ശൈത്താൻ അത്രത്തോളം അത്തരം ആളുകളിലേക്ക് ഇടപെടുന്നുണ്ട്. പലപ്പോഴും ഈ തൗഹീദിന്റെ വിഷയം സാധാരണക്കാരായ ആളുകളോട് പറയുമ്പോൾ അവർ പറയുന്ന ചില മറുപടികളുണ്ട്. നിങ്ങൾ പറയുന്നതൊക്കെ ഞങ്ങൾക്ക് പരിചയമില്ലാത്ത കാര്യമാണ്, ഞങ്ങൾ ഞങ്ങളുടെ കാരണവന്മാരായി ഇങ്ങനെ പാലിച്ചു വരുന്ന ആ കാര്യങ്ങൾ അതുപോലെ തന്നെ മുന്നോട്ട് പോവാണ്. എൻ്റെ ഉപ്പയും ഉപ്പാൻ്റെ ഉപ്പയും ഉപ്പാൻ്റെ ഉപ്പയും ഒക്കെ ഈ രൂപത്തിലാണ് ജീവിച്ചു പോയിട്ടുള്ളത്. അവർക്കൊന്നും ഇല്ലാത്തൊരു പുതിയ വിശ്വാസം എനിക്ക് മാത്രമായിട്ട് വേണ്ട എന്ന രൂപത്തിൽ സംസാരം കാണാൻ കഴിയും. ചില ആളുകളൊക്കെ ഇത്ര സ്ട്രിക്റ്റ് ആയിട്ട് ഇത്ര സ്ട്രോങ് ആയിട്ടൊക്കെ തൗഹീദ് നോക്കി കാണണോ, കുറച്ചൊക്കെ ഒന്ന് ലിബറൽ ആയിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളെയും കാണാൻ സാധിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കണം, തൗഹീദിന്റെ വിഷയത്തിൽ അള്ളാഹു അല്ലാത്ത മറ്റൊരു ഇലാഹുമില്ല എന്ന വിഷയത്തിൽ എന്തെങ്കിലും വിള്ളൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളൊക്കെ വ്യഥാവിലാണ് എന്നും തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഇനി പരലോകത്ത് പോയി കഴിഞ്ഞാൽ യാതൊരു ഗുണവും അതുകൊണ്ട് ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ആവർത്തിച്ച് പല മെമ്പറുകളിലും പല വേദികളിലുമൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഒരു നിലയ്ക്ക് നമുക്ക് പിഴവ് സംഭവിക്കാൻ പാടില്ലാത്ത വിഷയമാണ് തൗഹീദ് എന്നുള്ളത്. കാരണം അള്ളാഹുവും അവന്റെ റസൂലും എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഗുണകരമായ പര്യവസാനത്തിന് വേണ്ടിയാണ്. ഈ ഭൂമിയിലും പരലോകത്തും നമുക്ക് ഗുണം ലഭിക്കണമെങ്കിൽ, പരലോകത്ത് അനന്തമായി കിടക്കുന്ന ആ സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ റൂട്ടിലൂടെ പോയാൽ മാത്രമേ എത്തൂ എന്ന് പ്രവാചകൻ സ്വലം പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ആ റൂട്ടല്ലാത്ത മറ്റെല്ലാ റൂട്ടും പിഴച്ച റൂട്ടുകളാണ്. അതിലേക്ക് എത്തിക്കുവാൻ ഒരുപാട് ശ്രമങ്ങൾ കൊണ്ടുപിടിച്ച് നടക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ മാതൃക യഥാർത്ഥത്തിൽ സച്ചരിതരായ നമ്മുടെ മുൻഗാമികളാണ്. നേരത്തെ പറഞ്ഞതുപോലെ സ്വഹാബിമാരുടെയൊക്കെ മാതൃക, അവർ അസ്ർ നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ആദ്യം ഖിബ്ല നമുക്ക് ഉണ്ടായിരുന്നത് ബൈത്തുൽ മുഖദ്ദസിലേക്കായിരുന്നു. ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞുകൊണ്ടായിരുന്നു നമസ്കരിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു അസ്ർ നമസ്കരിച്ചിരിക്കുമ്പോഴാണ് ഖിബ്ല മാറ്റത്തിന്റെ ആഹ്വാനം വരുന്നത്. ആ നമസ്കാരത്തിനിടയിൽ തന്നെ നേരെ അവർ മക്കയിലേക്ക് തിരികെയാണ്. ആലോചിക്കണം, ഒരു നിമിഷം പോലും പിന്തിക്കാതെ എന്താണോ ദീനിന്റെ കൽപ്പന അതനുസരിച്ച് തന്നെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ അവരൊക്കെ പ്രാപ്തരായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തൗഹീദിന്റെ വിഷയത്തിൽ ഒരു നിലയ്ക്ക് നമുക്ക് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിന് ഏറ്റവും അടിസ്ഥാനപരമായ കാരണം നമ്മളെല്ലാവരും മരിച്ചു പോകേണ്ട ആൾക്കാരാണെന്നുള്ളതാണ്. ഞാനും നിങ്ങളൊക്കെ 6 അടി മണ്ണിലേക്ക് എടുത്തു വെക്കേണ്ട ആളുകളാണ്. ഇത്രയും വലിയ ആരോഗ്യം ഉണ്ടാക്കി ഒരുപാട് സമ്പത്ത് നേടി ഒരുപാട് സ്ഥാനമാനങ്ങളിലും നമ്മുടെ പുരോഗതിയിലുമൊക്കെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ വിശ്വാസത്തിൽ എന്തെങ്കിലും വൈകല്യം വന്നു കഴിഞ്ഞാൽ നാളെ പരലോകത്ത് പോയി കഴിഞ്ഞാൽ അവിടെ നഖം കടിക്കേണ്ടി വരും, അവിടെ ഒറ്റപ്പെട്ടു പോകും എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. അതുകൊണ്ട് പ്രാർത്ഥന എന്നത് അള്ളാഹുവിനോട് മാത്രമാണ് എന്ന ദീനുൽ ഇസ്ലാമിന്റെ ഏറ്റവും അടിത്തറ, അതിനൊരു നിലയ്ക്കും ഇളക്കം സംഭവിക്കാൻ പാടില്ല. പ്രവാചകൻ സ്വലമ ഇബ്നു അബ്ബാസ് വിളിച്ച് പറയുന്നുണ്ട്, മോനെ ഇദാ സഅൽത ഫസ്അലില്ലാ, നീ ചോദിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കണേ. വഇദാ ഇസ്തഅൻത ഫസ്തഅൻ അല്ലാഹ്, നീ സഹായം അർത്ഥിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോട് മാത്രം ചോദിക്കണേ, അള്ളാഹുവിനോട് മാത്രം ആവശ്യപ്പെടണമെന്ന് ഇബ്നു അബ്ബാസ് പറയുന്നുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നത് എന്താണ്? പലപ്പോഴും പല ഷെയ്ഖുമാരെയും മുരീദുമാരെയും അവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അവരെ ഇടയാളന്മാരായി സ്വീകരിക്കുന്ന, അതിനുവേണ്ടി പല മഖ്ബറകളിലും ജാറങ്ങളിലുമൊക്കെ പോയി അഭയം പ്രാപിക്കുന്ന ഒരുപാടധികം ആളുകൾ, അതിനുവേണ്ടി ഷിർക്കിന്റെ ഏലസും ഐക്കല്ലും ചരടും മന്ത്രിച്ചൂതിലും ഒക്കെയായി മുന്നോട്ട് പോകുന്ന ഒരുപാടധികം ആളുകൾ, ഇതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന പല പൗരോഹിത്യത്തെയും കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഏറ്റവും അടിത്തറയായിക്കൊണ്ട് നമ്മൾ പാകേണ്ട ഒരു പ്രധാന വിശ്വാസം എന്നുള്ളത്, എന്തുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം? അള്ളാഹു അല്ലാത്ത ഒരുപാട് ഇലാഹുകളുണ്ട് എന്ന് വാദിക്കുന്ന ആളുകളാണ് ഇവിടെയൊക്കെ ഉള്ളത്. എന്തുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കണം എന്ന ചോദ്യത്തിന് പരിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് ഉത്തരം കാണാൻ സാധിക്കും.
ഈ ഭൂമിയിലുള്ള സകലതിനെയും സൃഷ്ടിച്ച സ്രഷ്ടാവും ഉടമസ്ഥനും അധികാരിയുമാണ് അല്ലാഹു. ഈ ഭൂമിയാവട്ടെ അതിന് പുറത്തുള്ളതാവട്ടെ അള്ളാഹു അല്ലാത്ത മറ്റെന്തെല്ലാം ഉണ്ടോ അതിനൊക്കെ സൃഷ്ടിച്ചവൻ അവൻ അള്ളാഹു മാത്രമാണ്. അതിന്റെ ഉടമസ്ഥൻ അള്ളാഹു മാത്രമാണ്. അതിന്റെ അധികാരി അള്ളാഹു മാത്രമാണ്. അതിന്റെ നിയന്ത്രണം അള്ളാഹു മാത്രമാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് സുമറിൽ കാണാൻ സാധിക്കും, അല്ലാഹു ഖാലിഖു കുല്ലി ശൈഇൻ വഹുവ അലാ കുല്ലി ശൈഇൻ വകീൽ. അള്ളാഹുവാണ് ഖാലിഖ്, ഒരു സംശയമില്ല. വഹുവ അലാ കുല്ലി ശൈഇൻ വകീൽ, എല്ലാത്തിന്റെയും നിയന്ത്രണവും അധികാരവും അള്ളാഹുവിന് മാത്രമാണ്. നാം നിസ്സഹായരാണ് എന്ന് നമ്മൾ പലപ്പോഴും ബോധ്യപ്പെട്ടവരാണ് നമ്മൾ, അല്ലെ? കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് നമ്മൾ മുണ്ടക്കയിലെ ദുരന്തം അനുഭവിച്ചത്. മനുഷ്യരെന്ന നിലയ്ക്ക് ഒരുപാട് ആരോഗ്യവും വലിയ പുരോഗതിയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു ഉരുൾ പൊട്ടിക്കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെയൊക്കെ ജീവിതവും. അതിന് അപ്പുറമുള്ള കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചതെല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ആ ബോധ്യം നമുക്കൊക്കെ ഉണ്ട്. നമ്മളൊക്കെ നിസ്സഹായരാണ്, ഒന്നും നമ്മുടെ കയ്യിലില്ല എന്ന ബോധ്യം നമുക്കുണ്ട്. എന്നാൽ ഇവിടുന്ന് ആലോചിച്ചു നിങ്ങൾ, ഒന്നുമില്ലാതെ ഈ ഭൂമിയിലേക്ക് വന്ന് വെറും കൈയോടെ തിരിച്ചു പോകുന്ന ആളുകളാണ് നമ്മൾ. പക്ഷെ ഈ നമ്മളാണ് ഇതെല്ലാം ഉണ്ടാക്കി തന്ന ആ അള്ളാഹുവിൽ മറ്റാളുകളെ പങ്കുചേർക്കുന്നത്. എത്രത്തോളം ഗുരുതരമായ ഒരു വിഷയമാണ്. രണ്ടാമതായി നമുക്ക് കാണാൻ കഴിയും, അള്ളാഹും റസൂലും കൽപ്പിച്ചിട്ടുള്ളത് അങ്ങനെ മാത്രമാണ്. നമുക്കറിയാം, എത്ര വലിയ മഹാനാണെങ്കിലും ആദം അലൈഹിസ്സലാം മുതൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള എല്ലാ പ്രവാചകന്മാരും പറഞ്ഞിട്ടുള്ള ഈ വിഷയം തന്നെയാണ്. ഏത് പ്രതിസന്ധികളാവട്ടെ പ്രയാസങ്ങളാവട്ടെ അവരെല്ലാം പറഞ്ഞിട്ടുള്ളത് ഖുർആനിൽ കാണാൻ സാധിക്കും, വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. വഅന്നൽ മസാജിദ ലില്ലാഹി, ഈ മസ്ജിദുകളൊക്കെ പള്ളികളൊക്കെ അള്ളാഹുവിനുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അള്ളാഹുവിന് പുറമെ മറ്റാരെയും നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്ന് പള്ളികൾ അള്ളാഹുവിനാണെന്ന് പറഞ്ഞ ശേഷം പറയുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ അവസ്ഥ ആലോചിച്ചു നിങ്ങൾ, പള്ളി മിമ്പറുകൾ പോലും ആത്മീയമായ മജ്ലിസുകൾ പോലും അള്ളാഹുവിന് പുറമെ ആളുകൾ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ പ്രാർത്ഥിക്കാനുള്ള സഹായം തേടാനുള്ള വേദികളായി മാറുന്ന, അതിനുള്ള മജ്ലിസുകളായി മാറുന്ന ഒരവസ്ഥ ഇന്ന് പൗരോഹിത്യന്മാരെ കൊണ്ട് എത്തിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇതിന്റെ പ്രധാന കാരണം ഈ ദുനിയാവിൽ ലഭിക്കുന്ന പച്ചപ്പും ഒരു പളപളപ്പൊക്കെ ഉണ്ടല്ലോ, അതിന്റെ പിന്നാലെ തങ്ങൾക്ക് ലഭിക്കുന്ന സ്വാർത്ഥമായ ചില തുട്ടുകൾക്ക് വേണ്ടി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, പ്രവാചകൻ സ്വലമയുടെ അള്ളാഹു കൽപ്പിച്ചത് ഇത് തന്നെയാണ്. ഖുൽ, നബിയെ പറയുക, ഇന്നമാ അദൂ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. ഇന്നമാ അദൂ റബ്ബി, ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് നീ പറയുക നബിയെ എന്ന് അള്ളാഹു കൽപ്പിക്കുകയാണ്. വലാ ഉശ്രികു ബിഹി അഹദാ, മറ്റാരെയും ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കുകയില്ല എന്ന് നിരന്തരം പറയുക നബിയെ എന്ന് അള്ളാഹു കൽപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പ്രവാചകന്മാരെല്ലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ആദം അലൈഹി സ്വലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് റബ്ബനാ ളലംനാ അൻഫുസനാ എന്ന് തുടർന്ന പ്രാർത്ഥന. ഇതുപോലെ ഏത് പ്രവാചകങ്ങൾ വെച്ചാലും റബ്ബന എന്നുള്ള ഒരു വാക്ക് ആദ്യം നമുക്ക് കാണാൻ സാധിക്കും. ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ പ്രാർത്ഥന, ഈ പ്രാർത്ഥന സ്വീകരിക്കണേ എന്ന് തുടങ്ങിക്കൊണ്ടാണ് അവരൊക്കെ പ്രാർത്ഥിച്ചുള്ളത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇതുപോലെ ഏത് പ്രവാചകന്മാരാവട്ടെ അള്ളാഹു അല്ലാത്ത ഒരു സൃഷ്ടിയോടും അവരൊന്നും അവരുടെ പ്രാർത്ഥനയുടെ ഒരു അംശം പോലും മാറിപ്പോയിട്ടില്ല. ഇത് എത്രയും വലിയ, എത്ര പ്രകടമായ യാഥാർത്ഥ്യമാണ്. എന്നിട്ട് പോലും അള്ളാഹു അല്ലാത്തവരിലേക്ക് അവരുടെയൊക്കെ അഭയം പോകുന്നുണ്ട് എങ്കിൽ അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ജീവിതത്തിൽ ഒരു പ്രയാസം ഉണ്ടാവുമ്പോൾ, ഒരു പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ ഈ പ്രതിസന്ധി മാറാൻ എങ്ങനെയൊക്കെ മാറി കിട്ടിയാൽ മതിയല്ലോ. അതിപ്പോ അള്ളാഹു മാറ്റിയാലും മറ്റാരെങ്കിലൊക്കെ മാറ്റിയാലും കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് പലപ്പോഴും പല ജാറങ്ങളിലേക്കും ആളുകൾ പോകുന്നത്. നമ്മൾ ആലോചിക്കേണ്ട അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രമാണ്. 18 വർഷം രോഗിയായിരുന്നു അയ്യൂബ് നബി. 18 വർഷം നീണ്ട രോഗം അദ്ദേഹത്തെ ബാധിച്ചു. ആ രോഗം ബാധിക്കുന്നതിന് മുമ്പ് തൻ്റെ നാട്ടിലെ ഒരു പ്രമാണിയായിരുന്നു അദ്ദേഹം. തനിക്ക് വേണ്ട സ്ഥാനമാനങ്ങളും ഒക്കെയുള്ള, എല്ലാവരും സ്വീകരിക്കപ്പെടുന്ന, സമ്പത്തുള്ള, കൃഷിയുള്ള, വിഭവങ്ങളുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. എന്നാൽ അദ്ദേഹത്തിന് രോഗം ബാധിച്ച് അത് മൂർച്ഛിച്ച് 18 വർഷം തുടർച്ചയായി രോഗിയായിരിക്കുകയാണ്. എത്രത്തോളം വെച്ചാൽ അദ്ദേഹത്തിന്റെ ഭാര്യ ഒഴികെ മറ്റെല്ലാവരും അദ്ദേഹത്തെ വിട്ടൊഴിയുന്ന ആ രൂപത്തിലൊരു രോഗം അദ്ദേഹത്തിന് പിടിപെടുകയാണ്. എന്നിട്ട് പോലും 18 വർഷം ഒരു രോഗമുണ്ടായി എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടത് പോലും അദ്ദേഹം പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോട് മാത്രമാണ്. ഒരു സംശയമില്ലായിരുന്നു. അള്ളാഹുവേ എന്ന് വിളിച്ചല്ലാതെ അതിലൊരു നീരസവും ഇല്ലാതെ തനിക്ക് ലഭിച്ച പ്രതിസന്ധിയിൽ, തനിക്കുണ്ടായ ഒരു രോഗത്തിൽ ഒരു പ്രയാസവും കാണിക്കാതെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച ഒരു മാതൃക നമുക്കുണ്ട്. എന്നാൽ ഇന്ന് ആലോചിക്കുക, ഇന്ന് ഒരു ഡയാലിസിസ് ചെയ്യുന്ന രോഗി സ്വാഭാവികം നമുക്കറിയാം വലിയ ചെലവുകളുണ്ട്. ആഴ്ചയിൽ 2-3 തവണയൊക്കെ ഡയാലിസിസ് പോണ്ടി വരും. അങ്ങനെയൊക്കെ വലിയ ചെലവും പ്രയാസമൊക്കെ നേരിടുമ്പോൾ ഇതിപ്പോ ഇത്രയും കാലം അള്ളാഹിനോട് ചോദിച്ചില്ലേ, എന്നിട്ടും എനിക്കൊരു ഡയാലിസിസ് ചെയ്യേണ്ട അവസ്ഥ വന്നില്ലേ എന്ന് പറഞ്ഞ് അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കുകയില്ല എന്നൊരു ചിന്ത എവിടെ നിന്നൊക്കെ അവരുടെ മനസ്സിൽ വന്ന് ശേഷം നേരെ മറ്റു ഷെയ്ഖുമാരിലേക്കും മുരീദുമാരിലേക്കൊക്കെ പോവാണ്. ഈ ഒരു അവസ്ഥ ഒരു നിലയ്ക്ക് നമുക്ക് ഉണ്ടായിക്കൂടാ. ഇത് പറയാനുള്ള കാരണം, ശിർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ
അള്ളാഹു അല്ലാത്ത മറ്റ് ഇലാഹുകളിലേക്ക് നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ അർത്ഥനയും നമ്മുടെ തേട്ടവും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഒന്ന്, അവരാണ് ഏറ്റവും വഴിപിഴച്ച ആളുകൾ എന്ന് ഖുർആൻ നമുക്ക് കാണാൻ സാധിക്കും. വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്, അള്ളാഹു ചോദിക്കുകയാണ്, വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ മറ്റ് ഇലാഹുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെക്കാൾ വഴിപിഴച്ചവർ വേറെ ആരാണുള്ളത്? അത്രയധികം അധപ്പതിച്ചവർ, അത്രയധികം വ്യതിചലിച്ചവർ വേറെ ആരാണുള്ളത് ചോദിക്കുകയാണ്. അത്ര കണ്ട് ഏറ്റവും വഴിപിഴച്ചവരെന്ന് മുദ്രകുത്തിയവരാണ് ഈ ശിർക്കിന്റെ ആളുകളെ. രണ്ടാമത്തത്, നമുക്കറിയാം, ഇഹലോകവും പരലോകവും നഷ്ടപ്പെടുന്ന ഒരു വിഷയമാണ് ശിർക്ക് എന്നുള്ളത്. നമ്മുടെ സംസാരങ്ങളിലോ നമ്മുടെ പെരുമാറ്റത്തിലോ നമ്മുടെ പ്രാർത്ഥനയിലോ പല ശാപവാക്കുകളും പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. അതുപോലും ഗൗരവത്തിൽ കാണേണ്ടതുണ്ട്. അതിലൊക്കെ ശിർക്കിന്റെ ഒരു അംശം കടന്നു വരുന്നുണ്ടോ? നമ്മുടെ പ്രാർത്ഥനയിൽ ഏതെങ്കിലും ഒരു ശിർക്ക് വരുന്നുണ്ടോ എങ്കിൽ അള്ളാഹു ഒരിക്കലും പൊറുക്കാത്തൊരു പാപമായിക്കൊണ്ടാണ് ശിർക്കിനെ പരിചയപ്പെടുന്നത്. മറ്റൊന്ന്, നരകം ഉറപ്പാണ് അത്തരക്കാർക്ക്. അള്ളാഹു പൊറുക്കപ്പെടാത്ത പാപവുമായി പരലോകത്തെത്തുമ്പോൾ അത്തരം ആളുകൾക്ക് നരകമാണുള്ളത് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. നാം ആലോചിച്ച് നോക്കേണ്ടത്, ഇത്തരത്തിലുള്ള ശിർക്കിന്റെ വചനങ്ങൾ അള്ളാഹു അല്ലാത്ത മടവൂരിലോ മറ്റെവിടെയോ ഉള്ള ഏതെങ്കിലും സൃഷ്ടികൾ അവരിലേക്ക് അള്ളാഹുവിന് നൽകേണ്ട പ്രാർത്ഥനയും അർത്ഥനയും കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ചിന്ത നമ്മുടെ എല്ലാ മനസ്സുകളിൽ, പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ നമ്മളെല്ലാം ഉപയോഗിക്കുന്ന ആളുകളാണ്, നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഏതെങ്കിലും നിലയ്ക്ക് സ്വാധീനിക്കുന്നുണ്ടോ? ഇനി ഇതൊക്കെ ബോധമുള്ള ആളുകളാണ്, ബോധ്യമുള്ളവരാണ് നമ്മളെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഉമ്മമാരിൽ, ഒരുപക്ഷെ അകന്ന അമ്മായി ആയിരിക്കാം, അല്ലെങ്കിൽ അമ്മോനായിരിക്കാം, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ ഇത്തരം ചിന്തകൾക്ക് അടിമപ്പെട്ടു പോയവരുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ പരിചയമുള്ള ഏതെങ്കിലും സുഹൃത്തുക്കളോ മറ്റോ ഇത്തരം ചിന്തകളുള്ള ആളുകളുണ്ടോ? എങ്കിൽ അവരെയും തിരുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാരണം ആലോചിക്കണം, ഇത് നമ്മുടെ പരലോകത്തിന്റെ വിഷയമാണ്. പലപ്പോഴും ഇത്തരം വിഷയങ്ങളിലേക്ക് അടിമപ്പെട്ടു പോകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, ഈ ശിർക്കിലേക്ക് എത്തപ്പെട്ട ആളുകൾ നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അവർ അതിലെത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, ഇവരൊക്കെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളായിരിക്കും. എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, ശാരീരികമായിട്ടാവട്ടെ, മാനസികമായിട്ടാവട്ടെ, സാമ്പത്തികമായിട്ടാവട്ടെ, നമ്മൾ പല TV റിപ്പോർട്ടുകളും കണ്ടിട്ടുണ്ടാവും. വയനാട് ദുരന്തത്തിൽ അതിനുശേഷം പല ആളുകളും അവിടെ പറയുന്നുണ്ട്, പടച്ചോനൊന്നുമില്ല, പടച്ചോൻ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇതൊക്കെ ഈ പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കുമോ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് അവർ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആലോചിക്കണം, പടച്ചോൻ ഇല്ല എന്ന് പറയാൻ മാത്രം എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോഴേക്കും പടച്ചോനെ മൊത്തം നിരാകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ പോവാണ്. ഇത് മനുഷ്യൻ ദുർബലനാകുന്ന സാഹചര്യത്തിലാണ് പലപ്പോഴും ഇത്തരം ശിർക്കിലേക്ക് എത്തപ്പെടുന്നത്. അതുകൊണ്ട് നമുക്കും ഈ ദുർബലത കടന്നു വരാമെന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാവണം. ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസം നമുക്കുണ്ടെങ്കിൽ ആ സമയത്ത് ഒരു നിലയ്ക്ക് നമുക്ക് ഇത്തരത്തിൽ തൗഹീദിൽ ഒരു വിള്ളൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടായിക്കൂടാ എന്നുള്ളതാണ്. മറ്റൊന്ന്, മതപരമായ കാര്യമായ അറിവില്ലാത്ത ആളുകൾ ഉണ്ടാവും. നമ്മൾ വിചാരിക്കുന്ന പോലെ മദ്രസയിൽ ഒരുപാട് പഠിച്ച് ഈ ശിർക്കും തൗഹീദ് എന്താണ്, അതിന്റെ നെല്ലും ബദലൊക്കെ വേർതിരിക്കാനൊന്നും അറിയാത്ത സാധുക്കളായ ആളുകൾ ഉണ്ടാവും. അവരിലേക്കും ഈ ശിർക്ക് കടന്നെത്താനുള്ള വലിയ സാധ്യതകളുണ്ട്. മറ്റൊന്ന്, ഈ പൗരോഹിത്യം പറയുന്നത് എന്താണോ അത് അപ്പടി അന്ധമായി വിശ്വസിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ചും വാട്സപ്പിലൂടെയും മറ്റൊക്കെ പല ചാനലുകളും ഗ്രൂപ്പുകളൊക്കെ കാണാൻ സാധിക്കും. ഫേസ്ബുക്കിലൂടെ പല വീഡിയോ കാണാൻ സാധിക്കും. പിന്നെ വിമാനം നിയന്ത്രിക്കുന്ന ഷെയ്ഖ് എന്നൊക്കെ പറഞ്ഞ പല വീഡിയോകളും, മായാവി കഥകളൊക്കെ ഉണ്ടാവും. ഇതിലൊക്കെ ആകൃഷ്ടരായി എന്താണെന്ന് പോലും അറിയാതെ അന്ധമായി വിശ്വസിച്ച് അതിന് പിൻപറ്റുന്ന ആളുകൾ ഉണ്ടാവും. ഇത്തരം ആളുകളും ഇതിൽ പെട്ടുപോകാൻ സാധ്യത ഏറെയാണ്. മറ്റൊന്ന്, നേരത്തെ പറഞ്ഞതുപോലെ കാരണവന്മാരായി വലിയ തലമുറകളായിക്കൊണ്ട് ഇത്തരം കാര്യങ്ങൾ പിന്തുടരുന്ന ഒരുപാടധികം ആളുകൾ, മൗലൂദുകളും പാട്ടുകളും പല ബൈത്തുകളും മായാവി കഥകളൊക്കെ കേട്ട് ശീലിച്ചു വരുന്ന ഒരുപാട് ആളുകൾ, ഇത്തരം ആളുകളൊക്കെ ഇതിൽ എത്തപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലോ പരിചയത്തിലോ ആരെങ്കിലും ഒക്കെ ഇത്തരം ആളുകൾ ഉണ്ടെങ്കിൽ അവരേക്ക് കൂടി ഈ വിഷയത്തിന്റെ ഗൗരവം എത്തിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കണം, വലിയൊരു പ്രളയവും ദുരന്തവും ഒരു ഉൾപ്പെടലും കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് പോലും പടച്ച തമ്പുരാനിലേക്ക് ഉയരേണ്ട കൈകൾ അത് എത്തുന്നത് പടച്ചവന്റെ സൃഷ്ടികളെ മാറ്റുന്ന ഒരു അവസ്ഥയിലേക്കാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എത്ര കണ്ട് ഗുരുതരാണ്. പടച്ചവനിലേക്ക് ഉയരേണ്ട കൈകൾ അത് പടച്ചവന്റെ സൃഷ്ടികൾക്ക് വകവെച്ച് നൽകുക എന്ന് പറഞ്ഞാൽ അതും ഈ ഒരു സമയത്ത് എങ്ങനെയാണ് അവർക്കൊക്കെ സാധിക്കുമെന്ന് ആലോചിച്ച് നോക്കണം. യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത എന്നുള്ളത്, അള്ളാഹു എല്ലാത്തിനും മതിയായവനാണ്. നമുക്ക് തവക്കുൽ ചെയ്യണോ, ഫലമേൽപ്പിക്കണോ, അത് അള്ളാഹുവിൽ മാത്രം ഫലമേൽപ്പിക്കുക. അതിനൊരു തീരുമാനം ഉണ്ടാവും. അതൊരു പക്ഷേ ഈ ലോകത്ത് നമുക്ക് ഹൈറാണെങ്കിൽ അള്ളാഹു നമുക്ക് നൽകും, അതല്ലെങ്കിൽ പരലോകത്തേക്ക് മാറ്റിവെച്ചതായിരിക്കും എന്ന ചിന്തയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അള്ളാഹു നമുക്ക് എല്ലാത്തിനും മതിയായവനാണ്, എല്ലാത്തിനും പോന്നവനാണെന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാവണം. അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദ എന്ന് ഖുർആൻ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാത്തിനും അള്ളാഹു പോരെ, അള്ളാഹുവിന്റെ അടിമയ്ക്ക് അള്ളാഹു പോരെ എന്നുള്ള ചോദ്യം നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ പ്രവാചകന്റെ പ്രാർത്ഥന കേട്ടിട്ടുണ്ടാവും, അല്ലാഹുമ്മ റഹ്മതക അർജു വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. അല്ലാഹുമ്മ റഹ്മതക അർജു, അല്ലാഹുവേ നിന്റെ കാരുണ്യം ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വലാ തകിൽനി ഇലാ തർഫത ഐൻ,
അള്ളാഹു ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും നീ എൻ്റെ കാര്യം എന്നിൽ ഏൽപ്പിക്കരുതേ, എല്ലാം നിന്നിൽ തന്നെ ആയിരിക്കണേ എന്നുള്ള പ്രാർത്ഥന. ഇത് നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് പ്രവാചകൻ കൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുമ്മ റഹ്മതക അർജു വലാ തകിൽനി ഇലാ തർഫത ഐൻ എന്നുള്ള പ്രാർത്ഥന. അള്ളാഹു നമുക്ക് നൽകുന്നുണ്ടോ അത് നമുക്ക് ലഭിക്കും, അള്ളാഹു നമുക്ക് നിരാകരിച്ചിട്ടുണ്ടോ അത് നമുക്ക് ലഭിക്കുകയുമില്ല. ഈ അടിസ്ഥാനപരമായ ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. ഇത്തരത്തിലുള്ള ശിർക്കിന്റെ അംശം കലർന്ന എന്തെല്ലാം സംസാരങ്ങളും ആശയങ്ങളും ആദർശങ്ങളും ഉണ്ടോ അതിലേക്കൊന്നും നമ്മളും നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ പരിചിതരും ഒരിക്കലും പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം. കാരണം പരലോകമാണ് നമുക്ക് വലുത്. അവിടെ നരകാവകാശികളായി കാലാകാലം നരകത്തിൽ വസിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരിക്കലും നമ്മുടെ പരിചയക്കാരോ നമ്മുടെ കുടുംബങ്ങളോ നാമോ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്ന ചിന്തയായിരിക്കും നമുക്ക് ഉണ്ടാവേണ്ടത്. അള്ളാഹു അത്തരക്കാരിൽ നിന്നും നരകത്തിലേക്ക് പോകുന്ന ആ വിഭാഗക്കാരിൽ നമ്മൾ സംരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ വിശ്വാസത്തെ ഏറ്റവും കൃത്യമായി മുറുകെ പിടിച്ച് സ്വർഗത്തിന്റെ അവകാശങ്ങളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ശിർക്ക് എന്നത് അതിഗുരുതരമായ പാപമാണ് എന്ന് നാം മനസ്സിലാക്കുക. നമുക്കേവർക്കും അറിയാവുന്നതുപോലെ തൗഹീദിൽ യാതൊരു നിലയ്ക്കുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലാത്ത ദൃഢവിശ്വാസമുള്ള യഥാർത്ഥ വിശ്വാസികളായി നമ്മൾ മാറേണ്ടതുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുന്നുണ്ട്, അശ്ശിർകു ഫി ഉമ്മത്തി അഖ്ഫാ മിൻ ദദീബിൻ നംലി അലാ സ്വഫാ. സ്വഫാ മലയ്ക്ക് മുകളിൽ ഉറുമ്പ് അരിക്കുന്നതിനേക്കാൾ ഗോപ്യമായിട്ടാണ് എൻ്റെ ഉമ്മത്തിൽ ശിർക്ക് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഉത്ഭുതരാണ് പ്രബുദ്ധരാണ് ചിന്തിക്കുന്ന നമ്മളിൽ പോലും ഒരിക്കലും അത്തരത്തിൽ ഗോപ്യമായ രൂപത്തിൽ നമ്മൾ പോലും അറിയാത്ത രൂപത്തിൽ ശിർക്ക് കടന്നു വരുന്നില്ല എന്ന് ഉറപ്പിക്കുക. അത്തരം ഒരവസ്ഥ ഒരിക്കലും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഈ ഭൂമിയിലെ ജീവിതം എന്നത് ഒരു പരീക്ഷണമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളുകളാണ് ഞാൻ നിങ്ങളൊക്കെ. ഡേറ്റ് ഓഫ് ബർത്തിന്റെയും ഡേറ്റ് ഓഫ് ഡെത്തിന്റെയും ഇടയ്ക്ക് ഒരു ഹൈഫൺ ഉണ്ടല്ലോ, ഇതാണ് ജീവിതം എന്ന് പലപ്പോഴും പറയാറുണ്ട്. വളരെ നിസ്സാരമായി കുറഞ്ഞൊരു സമയത്തെ ഒരു താമസത്തിന് വേണ്ടി ഈ ഭൂമിയിൽ വന്നവരാണ് ഞാൻ നിങ്ങളൊക്കെ. ഇത് കഴിഞ്ഞാൽ ഒരു മരണം നമുക്കൊക്കെ ഉണ്ട്. ഒരുപക്ഷെ ഈ പള്ളിയിൽ നിന്ന് തിരിച്ച് നമ്മുടെ വീടുകളിലേക്ക് എത്തുമോ എന്ന് പോലും ഉറപ്പില്ലാത്ത രൂപത്തിലുള്ള വളരെ നിസ്സാരമായ നിസ്സഹായമായ ഒരു ജീവിതമാണ് എനിക്ക് നിങ്ങൾക്കൊക്കെ ഉള്ളത്. ആ ചിന്ത നമുക്ക് ഉണ്ടാവണം. നമ്മുടെ വിശ്വാസത്തിലോ നമ്മുടെ ആദർശത്തിലോ നമ്മുടെ സംസാരങ്ങളിലോ നമ്മുടെ ഏതെങ്കിലും നിലയ്ക്ക് നമുക്ക് ശിർക്ക് കടന്നു വരുന്നില്ല എന്നും അള്ളാഹുവിന്റെ തൗഹീദിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് നമ്മളെന്നും ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴും ഉത്തരം കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രാർത്ഥിക്കാൻ മറ്റുള്ളവരെ ഇടയാളന്മാരെ സ്വീകരിക്കാൻ പലപ്പോഴും ആളുകൾ കാണുന്നൊരു ന്യായം. ഞാൻ കുറേ കാലം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതാണ്, എന്നിട്ടും എനിക്ക് സ്ട്രോക്ക് വന്നു, എന്നിട്ടും എനിക്കൊരു ആക്സിഡന്റ് സംഭവിച്ചു എന്നെല്ലാം പറയുന്ന ആളുകൾ കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ നമ്മുടെ പ്രാർത്ഥനയുടെ രൂപം കൂടി നാം ഒന്നുകൂടി തിരുത്തി വായിക്കേണ്ടതുണ്ട്. അള്ളാഹുവിലേക്ക് ഉയരുന്ന കൈകൾ അത് ഏറ്റവും സ്വീകാര്യോഗ്യമായ രൂപത്തിൽ തന്നെയാണ് നമ്മുടെ പ്രാർത്ഥന പോകുന്നത് എന്ന് നാം ഉറപ്പിക്കേണ്ടതുണ്ട്. പ്രാർത്ഥനയ്ക്ക് ചില മര്യാദകളുണ്ട്. നമ്മുടെ പ്രാർത്ഥന അത് ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി അള്ളാഹുവിനോട് ചോദിക്കുന്നതായിരിക്കണം. നാം എപ്പോൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോഴും അതിന് ആത്മാർത്ഥത ഉണ്ടാവണം. രണ്ടാമത് ഒരു ഹംദും സ്വലാത്തൊക്കെ ചൊല്ലി ആത്മാർത്ഥമായിട്ട് ഒരു സ്ഥലത്ത് മാറി എന്ന് വേണം നമ്മൾ പലപ്പോഴും നന്നായി പ്രാർത്ഥിക്കാൻ. ഇന്നിപ്പോൾ ആർക്കും സമയമില്ല, നമസ്കാരം കഴിഞ്ഞ് എല്ലാവരും മൊബൈൽ നോക്കി അങ്ങോട്ട് പോവാണ്. പക്ഷെ ഒരു 2 മിനിറ്റ് ഒരു 3 മിനിറ്റ് ഒന്ന് മാറിയിരുന്ന് ദിക്റൊക്കെ ചൊല്ലിയ ശേഷം പ്രാർത്ഥിച്ചിട്ട് നമസ്കാരത്തിന് ശേഷം ഇറങ്ങുമ്പോൾ അതിന് ലഭിക്കുന്ന ഒരു തൗഫീഖ് എന്നുള്ളത് വേറെയാണ്. ആ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം. പ്രാർത്ഥിക്കുമ്പോൾ താഴ്മയോടുകൂടി ഉത്തരം ലഭിക്കുമെന്നുള്ള ദൃഢവിശ്വാസത്തോടു കൂടി ഒരു അള്ളാഹുവിലേക്കുള്ള ഒരു ബോധ്യത്തോടു കൂടി നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. അതുപോലെ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളൊക്കെ അത് മുന്നിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. നിങ്ങൾ ഈ അസ്മാഉൽ ഹുസ്നയൊക്കെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക എന്ന് കൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഉത്തരം ലഭിക്കുന്ന പല സമയങ്ങളും ബാങ്കിന് ഇക്കാമത്തിനിടയ്ക്കുള്ള സമയം ഇങ്ങനെ തുടങ്ങി കുറേ സമയങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ സമയത്തൊക്കെ ഇങ്ങനെ നമ്മുടെ പ്രാർത്ഥനയെ കൂടി ഏറ്റവും ചിട്ടയായ രൂപത്തിൽ എല്ലാം നമ്മുടെ വളയത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഒരു നിലയ്ക്കും നമ്മുടെ വിശ്വാസമോ ആചാരങ്ങളോ കർമ്മങ്ങളോ ഒരിക്കലും ഈ വളയത്തിന് പുറത്തു പോകുന്നില്ല എന്ന് ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ദീനിനെ വിറ്റ് കാശാക്കുന്ന അത്തരത്തിലുള്ള പൗരോഹിത്യത്തിന്റെ എല്ലാ കെടുതികളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തീരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ ഉപ്പമാർ, നമ്മുടെ കുടുംബ ബന്ധുക്കൾ, അവരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി
അവരെയും നമ്മയും അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ തന്നെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم انصر إخواننا المجاهدين في فلسطين. اللهم انصر إخواننا المجاهدين في فلسطين. اللهم انصر إخواننا المجاهدين في فلسطين. اللهم زرنا من النار. اللهم زرنا من النار. اللهم اجرنا من النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.